നമസ്കാരം. ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ അടുക്കളയിൽ തന്നെ ചില പ്രതിവിധികൾ കാത്തിരിപ്പുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, കുരുമുളക് എന്നിവയൊക്കെ നമ്മുടെ രോഗങ്ങളെ അകറ്റാൻ ശക്തിയുള്ളവയാണ്. വീട്ടിൽ തന്നെ കിട്ടുന്ന ഇത്തരം ഔഷധങ്ങൾ കൊണ്ടുള്ള ചില ഒറ്റമൂലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെല്ലാവരെയും എപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചുമയും ജലദോഷവും. കാലാവസ്ഥ മാറുമ്പോഴോ തണുപ്പ് കൂടുമ്പോഴോ ഇത് അധികരിക്കാറുണ്ട്. ഇഞ്ചിയും തേനും. ഇഞ്ചിയിലെ ജിഞ്ചറോൾ എന്ന ഘടകം ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും തേൻ തൊണ്ടവേദന കുറയ്ക്കാനും സഹായിക്കും. ഇഞ്ചി നന്നായി ചതച്ച് നീരെടുക്കുക. ഈ നീര് 1 ടീസ്പൂൺ തേനിൽ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ദിവസവും 2-3 തവണ ഇത് കഴിക്കാം. ഇത് തൊണ്ടയ്ക്ക് നല്ല ആശ്വാസം നൽകും. തുളസി കഷായം. ജലദോഷത്തിന് തുളസിയെപ്പോലെ മികച്ചൊരു ഔഷധമില്ല. വെള്ളത്തിൽ തുളസിയിലയും കുരുമുളകും ചേർത്ത് പകുതിയായി വറ്റുന്നതുവരെ തിളപ്പിക്കുക. ശേഷം അരിച്ചെടുത്ത് പനങ്കൽക്കണ്ടം ചേർത്ത് ചൂടോടെ കുടിക്കാം. ഒരു ദിവസം 2 നേരം കുടിക്കുന്നത് ജലദോഷത്തെ അകറ്റി നിർത്താൻ സഹായിക്കും. മഞ്ഞൾപ്പാൽ. രാത്രി കിടക്കുന്നതിന് മുൻപ് 1 ഗ്ലാസ് മഞ്ഞൾപ്പാൽ കുടിക്കുന്നത് ചുമയും തൊണ്ടവേദനയും കുറയാൻ നല്ലതാണ്. മഞ്ഞളിലെ കുർക്കുമിൻ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അല്പം കുരുമുളക് പൊടി കൂടി ചേർത്താൽ മഞ്ഞളിന്റെ ഗുണം ശരീരം പെട്ടെന്ന് വലിച്ചെടുക്കും. ദഹന പ്രശ്നങ്ങളും വയറുവേദനയും. ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ്, അസിഡിറ്റി, വയറുവേദന ഇതൊക്കെ മിക്കവാറും ആൾക്കാർക്ക് സ്ഥിരമായി ഉണ്ടാവുന്നതാണ്. ജീരകവെള്ളം. എളുപ്പത്തിൽ ദഹനപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജീരകവെള്ളം ഉത്തമമാണ്. 1 ടീസ്പൂൺ ചെറിയ ജീരകം 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അരച്ചെടുത്ത് കുടിക്കാം. വയറുവേദന, ഗ്യാസ് എന്നിവയ്ക്ക് ഉടൻ തന്നെ ആശ്വാസം നൽകാൻ ജീരകത്തിന് സാധിക്കും. അയമോദകവും കായവും. വയറുവീർപ്പിനും ഗ്യാസിനുമുള്ള ഏറ്റവും നല്ല നാട്ടുമരുന്നാണ് അയമോദകവും കായവും. 1/2 ടീസ്പൂൺ അയമോദകം പൊടിച്ചത്, 1 നുള്ളു കായം എന്നിവ ചേർത്ത് 1 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാം. കായം ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും ഗ്യാസ് പുറത്തുപോകാൻ സഹായിക്കുകയും ചെയ്യും. ഇഞ്ചിയും ഉപ്പും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് അല്പം കല്ലുപ്പ് ചേർത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുക. ഇത് ദഹനരസം ഉൽപ്പാദിപ്പിക്കാനും വിശപ്പ് കൂട്ടാനും സഹായിക്കും. മുഖക്കുരുവിനും കറുത്ത പാടുകൾക്കും ഏറ്റവും മികച്ചതാണ് മഞ്ഞൾ. മഞ്ഞൾപ്പൊടി തേൻ അല്ലെങ്കിൽ പനിനീര് ചേർത്ത് പേസ്റ്റ് പോലെയാക്കുക. മുഖക്കുരുവുള്ള ഭാഗത്ത് മാത്രം രാത്രി കിടക്കുന്നതിന് മുൻപ് പുരട്ടുക. രാവിലെ കഴുകിക്കളയാം. മഞ്ഞളിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരുവിന് കാരണമാകുന്ന അണുക്കളെ നശിപ്പിക്കും. ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് കടലമാവ്. 2 ടീസ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ തൈര്, 1 നുള്ളു മഞ്ഞൾ ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് മുഖത്ത് പുരട്ടാനുള്ള പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് മുഖത്തും കഴുത്തിലും പുരട്ടി 15 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ചർമ്മത്തിലെ അഴുക്കുകൾ നീക്കം ചെയ്ത് ചർമ്മത്തിന് മൃദുത്വവും തിളക്കവും നൽകാൻ ഇത് സഹായിക്കും. താരൻ കാരണം മുടി കൊഴിയുന്നവർക്ക് വെളിച്ചെണ്ണയും നാരങ്ങ നല്ലതാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ നാരങ്ങ നീര് ഇവ രണ്ടും ചെറുതായി ചൂടാക്കി യോജിപ്പിക്കുക. ഇത് തലയോട്ടിയിൽ പുരട്ടി നന്നായി മസാജ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. നാരങ്ങയിലെ സിട്രിക് ആസിഡ് താരനെ അകറ്റാൻ സഹായിക്കും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പല്ലുവേദനയ്ക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് ആണ് ഗ്രാമ്പു. 1-2 ഗ്രാമ്പു വേദനയുള്ള പല്ലിന്റെ ഭാഗത്ത് വെച്ച് പതിയെ കടിക്കുക. അല്ലെങ്കിൽ ഗ്രാമ്പു എണ്ണ ഒരു പഞ്ഞിയിൽ വെച്ച് ഉപയോഗിക്കാം. ഗ്രാമ്പു വേദനയ്ക്ക് താൽക്കാലികമായ ആശ്വാസം നൽകും. ഇത് അണുക്കളെ നശിപ്പിക്കാനും സഹായിക്കും. ശരീരത്തിലുണ്ടാകുന്ന ചെറിയ പൊള്ളലിന് കറ്റാർവാഴ വളരെ നല്ലതാണ്. കറ്റാർവാഴയുടെ ജെൽ നേരിട്ട് പൊള്ളലേറ്റ ഭാഗത്ത് പുരട്ടുന്നത് തണുപ്പും ആശ്വാസവും നൽകും. കറ്റാർവാഴ ലഭ്യമല്ലെങ്കിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടുന്നതും നല്ലതാണ്. ചെറിയ മുറിവുകളിൽ വെളിച്ചെണ്ണ പുരട്ടുന്നത് അണുബാധ തടയാനും പെട്ടെന്ന് ഉണങ്ങാനും സഹായിക്കും. ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നവർക്ക് വെളുത്തുള്ളി ഒരു പരിധിവരെ സഹായിക്കും. 1 ഗ്ലാസ് പാലിൽ 2-3 വെളുത്തുള്ളി അലികൾ ചതച്ച് ചേർത്ത് തിളപ്പിച്ച് ചെറു ചൂടോടെ രാത്രി കിടക്കുന്നതിന് മുൻപ് കുടിക്കുന്നത് ശരീരത്തെ റിലാക്സ് ചെയ്യാനും നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും.